അരിയിലാണെങ്കിൽ നിറയെ കൂത്തേനും ആ വെള്ള സാധനമാണ്. അരിനെക്കാട്ടും കൂടുതൽ കൂത്തേനും വെള്ള സാധനമാണ്. എന്നിട്ട് എങ്ങനെ ചോറ് വെക്കാനാണ്? ഇമ്മുട്ടിയേ ഇമ്മുട്ടിയേ എടി ഒന്നും കണ്ട് എണീറ്റ് വന്നിട്ട് ഈ മുറ്റത്തിന്റെ നാലറൊന്ന് അടിക്കടി. ഉമ്മാന്റെ ഊരായിട്ട് വെച്ചാഞ്ഞിട്ടല്ലേ ഉമ്മുട്ടിയേ. ഓ പറഞ്ഞ ഒരു ഇറ്റ് കേൾക്കൂല പെണ്ണ്. ആരോടോ മതങ്ങൾ ഈ ഒറ്റക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞ് എന്തെങ്ങൾക്ക് പണി? അരി പെറുക്കി. ആ അരിത്തെ കൂത്തനെയും ആ വെള്ള സാധനത്തിനെയും പെറുക്കിയിടുകയാണ്. അരിനെക്കാട്ടിയും കൂടുതലാണ് കൂത്തന്. എല്ലാ ഇജെന്തപ്പ ഇങ്ങോട്ടൊക്കെ ഈ വൈക്ക് കൊറേ കാലമായാലാണ് ഇങ്ങോട്ട് കണ്ടിട്ട്. ഞാൻ വെറുതെ ഒക്കെ ഒന്ന് ഇറങ്ങിയതാണ് ഈ വൈക്ക്. അല്ല ഷായിനില്ലേ ഇവിടെ? അവളിപ്പോ ഇവിടെ പുറത്തൊന്നും കാണില്ലല്ല. ആ അവളോ അവളെ പെരേക്കേ കുറച്ച് ദിവസത്തിന് നിക്കാൻ പോയതാണ്. 2 ദിവസം കൂടി കഴിഞ്ഞാലേ ഇങ്ങോട്ട് വരും. അല്ല എന്താ ഇപ്പൊ ചോദിക്കാന്? ഏയ് ഒന്നുമില്ല മാതാ, ഞാൻ വെറുതെ ചോദിച്ചതാണ്. അല്ല നമ്മളെ നാട്ടിലെ ആൾക്കാരൊക്കെ ഒരു സംസാരം ഉണ്ടേ, ഇങ്ങളി മുട്ടിന്റെ ക്രൂരത സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഷായിന ഇവിടുന്ന് ഗതി കെട്ട് ഇറങ്ങിപ്പോയതാണ്. എന്ത്? ആരാ എന്നോട് ഈ ഫോൾഡൊക്കെ പറഞ്ഞത്? ഓൾക്കേ റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഓളെ പേരേക്ക് കുറച്ചത്തിന് റെസ്റ്റ് എടുക്കാൻ പോയതാണ്. ചൈനക്ക് പള്ളയുണ്ടായിന്ന്, അതും മാത്ത പറഞ്ഞത് ശരിയാണ്. അതാണെങ്കിൽ കലങ്ങി പോയില്ലേ, അത് ഈ നാട്ടു മൊത്തം പാട്ടയിക്കണം. അല്ല പിന്നെ എപ്പോഴാ ഓള് വീണ്ടും ഗർഭിണിയായത്? ഇല്ല എന്താ പനക്ക് വേണ്ടത്? ഇജേ എല്ലാം അറിഞ്ഞിട്ടുള്ള ഈ ചോദ്യം ഉണ്ടല്ലോ, അത് എന്തിനാണ്? ഓളെ സ്വഭാവം കൊണ്ടാണ് ഇവിടുന്ന് പോയത്. ഓളെ സ്വഭാവേ അത്രക്ക് നന്ന്. എന്റെ പൊന്നും മാത്ത, നിങ്ങൾക്ക് എങ്ങനെയാണ് ആ പാവം പെൺകുട്ടിനെ കുറിച്ചിട്ട് ഇങ്ങനൊക്കെ പറയാൻ കഴിയുന്നത്? അതിനെ പോലത്തെ ഒരു പെൺകുട്ടിനെ നിങ്ങൾക്ക് നിങ്ങളെ മക്കൾക്ക് കിട്ടുമോ? അത് ഞാൻ എന്റെ മക്കൾ നോക്കിക്കൊണ്ട്. ഇജേ എന്റെ കാര്യം നോക്കാൻ നോക്ക്, ഇജേ ഞങ്ങളെ കാര്യം നോക്കണ്ട. ആയിക്കോട്ടെ മാത്ത, ഞാൻ പോവുകയാണ്. ഞാൻ ഇപ്പൊ നിങ്ങളെ കുടുംബകാര്യത്തില് ഇടപെടാനോ തർക്കം തീർക്കാനോ നിങ്ങളെ പ്രശ്നങ്ങൾ തീർക്കാനോ ഒന്നും വന്നതല്ല. വെറുതെ തീ കൂടെ ഒക്കെ ഒന്ന് ഇറങ്ങിയെന്നുള്ളൂ. അപ്പൊ ഷായിനാനെ പറ്റി ചോദിച്ചെന്ന് തന്നെ ഉള്ളൂ. പിന്നെ നിങ്ങളെ ഈ തുളുമ്പലുണ്ടല്ല, അത് എല്ലാ കാലം ഉണ്ടാവൂല. ഈ ഉപ്പ് തിന്നാനേ വെള്ളം കുടിക്കുന്ന ഒരു ചൊല്ലുണ്ട്. ആയിക്കോട്ടെ ഞാൻ കുടിച്ചോണ്ട് നല്ല. പിന്നെ ഞാൻ പോവുകയാണ്. ഏതായാലും അവളെ വാക്കാലത്തും കൊണ്ട് വന്നിക്ക. അത് എന്നെ ഉള്ളു. ഒരു നാട് കെട്ടിയെടുത്തോളൂ. ഇത്ത നിങ്ങളിത് എന്ത് ഭാവിച്ചാണ്? എന്താ കുഞ്ഞോളെ? അതിന് ഇത്ത എന്താ ചെയ്തത്? ഇമ്മ പറഞ്ഞു നിങ്ങൾ ജോലിക്ക് പോവുകയാണെന്നുള്ളത്. അതിന് മാത്രം ദാരിദ്ര്യം എത്താ ഈ വീട്ടിലിപ്പോ ഉണ്ടോ? ഞമ്മക്ക് സെലികാക്ക് അറിഞ്ഞ പിന്നെ അതിനും കുറ്റാവുത്താക്ക്. കുഞ്ഞോളെ ഇജ് തന്നെ കളിയാക്കാണോ? ഞാൻ ആ വീട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ടേ 1 മാസം ആവാറായി. ഇതുവരെ ഒരിക്കലെങ്കിലും സെലികാക്കെന്നെ വിളിച്ചിട്ടുണ്ടോ? എന്റെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? സുഖാണേന്നെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? വിളിച്ചില്ലെങ്കിലും വേണ്ടിയില്ല. സെലികാക്ക വാട്സപ്പും ഇതൊന്നും ഇല്ലാത്ത കാലത്തല്ലല്ലോ ജീവിക്കണത്. ഒരു മെസ്സേജ് എങ്കിലും ഇട്ടിട്ടുണ്ട് സെലികാക്ക? ഞാൻ എത്ര പ്രാവശ്യം അങ്ങോട്ട് വിളിച്ചെന്നറിയാം. ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ഫോൺ എടുത്തിട്ട് ഷായിന എനിക്ക് സുഖാണോന്നെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരാൻ എന്താ കാരണമെന്നെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത്ത അങ്ങനത്തെ സെലികാക്കാക്ക് എന്ത് അധികാരാണ് എന്റെ കാര്യത്തിൽ ഇടപെടാന്? പറ കുഞ്ഞോളെ. ഇത്ത സെലികാക്കേ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടേ ഇത്താന്റെ അടുത്തേക്ക് തന്നെ വരുത്ത. അതിനെ അധികകാലൊന്നും വേണ്ടി വരൂലത്ത. വരുമ്പോഴല്ലേ കുഞ്ഞോളെ, അതപ്പൊ നമുക്ക് ചിന്തിക്കാം. ഇപ്പൊ ഏതായാലും ഇക്കൊരു ജോലി പ്രധാനാണ്. എന്തായാലും ഇത്ത ജോലിക്ക് പോകാൻ തന്നെ തീരുമാനിച്ചില്ലേ? ഇത്താക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അതുപോലെ നടക്കട്ടെ. ആ വളവിലുള്ള 4ാമത്തെ വീട്, അവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ പാടന്നെ. ആരോടെ ഈ ഫോണിൽ കൂടെ വയ്യൊക്കെ പറഞ്ഞു കൊടുക്കണേ? ആരോ വിളിച്ചേ?
ആ അതാ ബ്രോക്കറേ മാളുവാണേ. നമ്മളെ കുഞ്ഞോൻക്കേ ഒരു പെണ്ണിന്റെ കാര്യം പറഞ്ഞിരുന്നു, കല്യാണക്കാര്യം പറഞ്ഞിരുന്നു. അപ്പൊ ഈ വീടൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. മനസ്സ് ഈ പുരയിലെ പണിയെടുത്ത് ചടച്ച് ചായ ഉണ്ടായിരുന്നെങ്കിലേ ഇപ്പൊ ഒന്നും അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അങ്ങനെയാണ്. അല്ലേലും ഞാൻ ഈ പെരയിലെ പണിയെടുത്താലെന്താ, ആ നാശത്തിന് ഇവിടുന്ന് കെട്ടിയെടുത്തില്ലേ, അതന്നെ ഒരു സമാധാനമാണ് അമ്മക്ക്. ഇപ്പൊ സെലീം കാക്കേ അയക്കണ പൈസക്ക് കണക്കുമില്ല കഴിച്ചുമില്ല. മറ്റേത് അങ്ങനെയാണ്. ഓൻ 1 ഉറുപ്പ്യ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതെന്താ കാട്ടി 2000 ഓൾക്ക് കൊടുത്ത 4000 എവിടെ കാട്ടിയാന്ന് വെച്ചാൽ ഇങ്ങനെ സുഖമില്ലാത്തൊരു ചോദ്യം ഇനിയില്ലേ. ഇപ്പൊ എന്തിയേ ഓനക്കൊരു ചോദ്യം ഇല്ല. ഉള്ള പൈസ മൊത്തേ ഈ കയ്യിലെ വന്ന് വീക്കണത്. ഉമ്മാന്റെ കുട്ടിക്കുണ്ടേ ഞാനേ ഒരു ചെയിൻ എടുക്കാന്ന് വിചാരിച്ചിട്ട്, അതെന്തായാലും ഉമ്മ എടുത്തരണ്ട്. ഇന്ന് ഞാൻ ആ മാള് വരുമ്പോതിന് ഉള്ള പണിയൊക്കെ ഒന്ന് കഴിച്ച കട്ടെ. ഈ ആ മുറ്റത്തിന്റെ 4 ഒന്ന് അടിച്ചു മുട്ടിയേ. ഞാൻ അടിച്ചോളമ്മ, കുറച്ചേരം കൂടി കഴിയട്ടെ. ഇമ്മക്ക് 4 പുറത്തെ മരങ്ങളൊക്കെ നട്ട് വെട്ടിക്കൂടെ? നാളുള്ള ചമ്മരം മൊത്തം ഉണ്ട് നമ്മളെ മുറ്റത്ത്. ആകെ നാസായി കെടുക്കാണ്. എപ്പ വിളി കൊടുത്തിയാണ് അന്നെ ഞാന്. ഏയ് ഊയ്, ഇവിടെ ആരും ഇല്ലേ? ഏയ് ആ ആരിത്? മാളോ? കേറി വാ, ഇരിക്ക്. ആ ഏയ് വേണ്ട, ഇരിക്കാനൊന്നും നേരമില്ല. ഇക്കേ 2-3 പെരയിലും കൂടി പോവാണ്ട്, അവിടെയും കൂടി കല്യാണം ശരിയാക്കാണ്ട്. നിങ്ങളെ ഈ പെര കണ്ടുപിടിക്കാനേ ഈ മാളുവിന് ഒരു പ്രയാസം ഉണ്ടായില്ല. ഇവിടുത്തെ ചുറ്റുവട്ടത്തൊക്കെ കല്യാണേ ഈ ഞാനാണ് നടത്തി കൊടുത്തിക്കണത്. പിന്നെ നിങ്ങളെ മോന്റെ ഫോട്ടോ ഇന്റെ ഫോണിക്ക് ഒന്ന് അയക്കുകൊണ്ട്. നിങ്ങളെ മോന്റെ കാര്യം ഈ മാള് ഏറ്റു. നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കണ്ട. ഈ മാള് ഒരു കാര്യം ഏറ്റാല് പിന്നെ അത് നടത്തിയിട്ടേ ഇരിക്കുള്ളൂ. പിന്നെ മാളുവാ, എന്റെ മൂത്ത മോനിക്കേ ഒരു പെണ്ണിനും കൂടി വാണ്ടിന്ന്. ഇപ്പോഴല്ല, അത് ഞാൻ പറയണ്ടേ ഈ 2ാമത്തെ മോന്റെ കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം. ചേടാ, അപ്പൊ മൂത്ത മോന്റെ കല്യാണം കഴിയാതെയാണോ ഈ 2ാമത്തെ മോന്റെ കല്യാണം നോക്ക് നിങ്ങള്? ആ മൂത്ത മോന്റെ കല്യാണം കഴിഞ്ഞതന്നെയാണ്. പക്ഷെങ്കി നിങ്ങൾ ഈ പച്ചയെ കേട്ടപ്പോഴേ ഇക്ക് മനസ്സിലായി, ഈ മാളൂനെ കല്യാണം നടത്തി കൊടുക്കാനേ അറിയുള്ളൂ, ഒരു ജീവിതം നശിപ്പിക്കാനേ അറിയില്ലേ. ഇന്ന് ഞാൻ അങ്ങണ്ടേ ഇറങ്ങട്ടെ. വല്ലതും ഒത്തിട്ടുണ്ടെങ്കിലേ ഞങ്ങളെ അറിയിക്കാം. നിങ്ങളെ ഫോണൊക്കെ വിടാതിരിക്കല്ലേ. പിന്നെ എന്റെ കമ്മീഷന്റെ കാര്യം, ഒരു പൈസ തെറ്റാൻ ഞാൻ സമ്മതിക്കൂല, മനസ്സിലായല്ല? ആ ആയിക്കോട്ടെ. ഫോട്ടോ ഏതായാലും ഞാനേ എന്റെ പെണ്ണിനെ കൊണ്ട് എന്റെ ഫോണൊക്കെ അയപ്പിക്ക. അല്ല ചായ വേണ്ട? ഏയ് ചായ ഒന്നും വേണ്ട, ഷുഗറാണ്. ചായ ഒന്നും ഇപ്പൊ കുടിക്കലില്ല ഒന്നും. എന്നാ ഇറങ്ങിട്ടോ. പോയാ അതല്ലോ, എന്തൊരു ഗമയാണോ. എന്റെ മൂത്ത മോനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കണ്ടേ എന്നുള്ളത് ഞാനാ തീരുമാനിക്കല്. ബ്രോക്കറാണാലോ. ഈ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിട്ട് തന്നെ അടുങ്ങുള്ളൂ. ഓളൊരു ബ്രോക്കറായിരുത്തി, ഓള് മാത്രം നാട്ടില് ബ്രോക്കറാണ്. പിന്നെ എന്നാലും വല്യമ്മ കുഞ്ഞോ വരനെ മറന്നല്ല. കല്യാണം ശരിയായിട്ടോ ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ലല്ലോ. ഞാൻ ചെയ്തത് ഇത്ര വലിയ തെറ്റാണോ വല്യമ്മ? അപ്പോ അവര് ചെയ്തൊന്നും തെറ്റല്ലേ? ആര് പറഞ്ഞു എന്റെ കുട്ടിനോട് എന്റെ കുട്ടി ചെയ്തത് തെറ്റാന്നുള്ളത്? എന്റെ കുട്ടി ചെയ്തതില് ഒരു തെറ്റും കാണായ്യ. എന്റെ കുട്ടി ചെയ്തത് ശരിയായിട്ടാണ് എന്റെ കുട്ടിന്റെ അടുത്തൊക്കെ ഒരാളും വരാത്തത്. എന്റെ ആളെ മുഖത്തേക്ക് നോക്കാനേ അവർക്കൊരു ജാളിയത ഉണ്ടാവും. അതാണ് അവരാരും എന്റെ കുട്ടിന്റെ അടുത്തേക്ക് വരാത്തത്. അമ്മാതിരി പാവല്ലേ എന്റെ കുട്ടിനോട് അവര് ചെയ്തത്. അല്ലാതെ എന്റെ കുട്ടി ചെയ്തതില് ഒരു തെറ്റും കാണായ്യ. മോളെ, ഇമ്മാന്റെ കുട്ടി അറിഞ്ഞ സലീമിന്റെ കല്യാണാലോചന നടക്കണ്ടാല? എന്തുമ്മ പറഞ്ഞേ? ആ മോളെ, നമ്മളെ മേലെടുത്ത് സലീമില്ലേ, സലീമിന്റെ കൂട്ടാണ് എന്റെ അമ്മ ഈ പറയുന്നത്. ആ അതാണ്. എന്നാ വല്യമ്മൊന്ന് പോയി കുളിക്കട്ടെ മോളെ. സുലുവാ, ഇതൊക്കൊരിട്ട് വെള്ളം ചൂടാക്കി കാട്ടിക്ക. എന്നാ വല്യമ്മ പോയിട്ട് കുളിച്ചിട്ട് വരട്ടോ. ആ ഞാൻ ഉണ്ടാക്കിയേക്കമ്മ. ഉമ്മ പറഞ്ഞത്
എന്റെ സെലിക്കാക്കാന്റെ കാര്യമായിട്ടാണോ? അല്ല സുലു, അനക്ക് തീരെ ഒരു ബോധമില്ലേ? ഇത് എന്ത് വർത്താനാണ് ആ കുട്ടിന്റെ മുന്നിൽ വന്ന് പറഞ്ഞത്? അല്ലെങ്കിലോ അതിന്റെ നെഞ്ചിലെ തീയും വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. ഞാൻ അറിയാഞ്ഞിട്ടാണോ സലീമിന്റെ കല്യാണേ ഓളെ അമ്മായിമ്മ നോക്കണത്? ആ റൂമിൽ ഇരിക്കണേന്റെ സങ്കടം കാണാൻ വയ്യ ഈ കളവിക്ക്. ഉമ്മ, ഞാൻ അതെന്തോ ഓർക്കാതെ പറഞ്ഞു പോയതാണ്. എന്റെ നെഞ്ചു പെടയാമ്മ. എന്റെ കുട്ടിന്റെ ജീവിതം അങ്ങനെ ആയതിൽ സാരയ്യ, ഒക്കെ ഒരു ദിവസേ കളഞ്ഞു തെളിയും. വിജയ് അതിനെ ചൊല്ലിട്ട് ഇറ്റും വല്ല സൂക്കടും വെച്ചേക്കണ്ട. ഉമ്മ പറഞ്ഞതേന്ന് ശരി. കല്യാണം തന്നെയാണ് നോക്കുന്നത്.